മുസ്ലിം സമുദായത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാട് അല്ല, ഇപ്പോഴത്തെ അല്ല, ഒരു ഭ്രാന്തമായ നിലപാടിൽ പെട്ടാണ് സിനിമ ഹറാമാന്നൊക്കെ പറയുന്നത്. ഒരിക്കലും സിനിമ ഹറാമാന്ന് ഏതിലാണ് പറഞ്ഞിട്ടുള്ളത്? മനുഷ്യനായി ജീവിച്ചാൽ തീരാവുന്ന വിഷയം ഇവിടെ ഉള്ളൂ. എല്ലാ മതഗ്രന്ഥങ്ങളും, ഇപ്പോൾ ഖുർആനായിക്കോട്ടെ, ബൈബിളായിക്കോട്ടെ, രാമായണമൊക്കെ ആയിക്കോട്ടെ, എല്ലാം മനുഷ്യൻ്റെ ഡിസിപ്ലിൻ ഗൈഡുകളാണ്. ആ ഗൈഡ് ഫോളോ ചെയ്യണതുകൊണ്ടാണ് ഇവിടെ പല കുറ്റകൃത്യങ്ങളും ഉണ്ടാവാത്തത്. അല്ല, ഇവിടുത്തെ IPC പോലീസിനെയോ ഇവിടുത്തെ ജുഡീഷ്യറിയോ ഒന്നും പേടിച്ചിട്ടല്ല. പകുതി ആൾക്കാരും പേടിക്കുന്നത് സ്വർഗം കിട്ടില്ലായിരിക്കുമോ, നരകത്തി വീഴുമായിരിക്കുമോ, ഇതെൻ്റെ നാളെ അവിടെ വെച്ച് ചോദിക്കുമ്പോൾ എൻ്റെ ഉപ്പാടെ മുന്നിൽ കേൾക്കുമായിരിക്കുമോ എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് പല കുറ്റകൃത്യങ്ങളും ഇല്ലാതാവണത്. അപ്പോൾ എല്ലാം നിയന്ത്രിക്കുന്നത് മതങ്ങൾ തന്നെയാണ്. പക്ഷെ അതിപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തിലോട്ടും ഇതിലോട്ടും കടന്നു വരുന്നത് അവരവരുടെ മതത്തിൽ ആൾ കുറയുമോ എന്നുള്ള ഭയം. അതെ, ഈ ഒരു സിനിമയുടെ പേര് ഹാലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷൻ, ഒരവസ്ഥ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഇതുപോലും അറിയാണ്ട് രണ്ട് മീനിങ് ആണെന്ന് പോലും അറിയാണ്ട് പലരും കമന്റ് ഇടുന്നുണ്ട്. എന്നാ പിന്നെ സിനിമയ്ക്ക് ഹലാൽ എന്ന് പേരിട്ടാ പോരായിരുന്നു കമന്റ്. അതെ, ഹലാൽ എന്ന് പറയുന്നവരുണ്ട്. ഈ ഹലാൽ എന്താണ്, ഹാൽ എന്താണെന്ന് പോലും അറിയാതെ അങ്ങനെയും കമന്റ് ഇടുന്ന ആളുകളുണ്ട്, അല്ലേ? അങ്ങനെയുള്ളവരോട് എന്താ പറയാനുള്ളത്? അല്ല, അതാണ് ഇതിൽ ഉത്തരം. നമുക്ക് പ്രേക്ഷകർക്ക് നോക്കാനുള്ള ഉത്തരം പറഞ്ഞാൽ കമന്റ് ബോക്സിലുണ്ട്. ഹാലും ഹലാലും തിരിച്ചറിയാത്തവരാണ് ഇതിനെക്കുറിച്ച് എതിർക്കുന്നത്. ഹാലും ഹലാലും തിരിച്ചറിഞ്ഞാലല്ലേ അവന് ബാക്കിയുള്ള വലിയ വിഷയങ്ങളെ കുറിച്ച് തിരിച്ചറിയുള്ളൂ. ഈ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കമന്റ് ബോക്സിൽ ബഹളം ഉണ്ടാക്കുന്ന ഇപ്പോൾ ഈ ഇന്റർവ്യൂ കാണുമ്പോഴായിരിക്കും മേ ബി പലർക്കും മനസ്സിലാവുന്നത് നിങ്ങളുടെ സിനിമയുടെ ആ ഒരു കോർ ടോപ്പിക്ക് രണ്ട് മതങ്ങളിൽപ്പെട്ടവർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മതം മാറേണ്ട ആവശ്യമില്ലെന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവർ ഇത്രയും പുകിലുകൾ ഉണ്ടാക്കുമ്പോഴേക്ക് പലരും വിചാരിക്കുന്നത് നിങ്ങൾ മത തീവ്രവാദമാണ് ഇവിടെ സ്പ്രെഡ് ചെയ്യുന്നത്. ലൈക്ക് ഭയങ്കരമായിട്ടുള്ള ആ മതത്തിനെ സ്പ്രെഡ് ചെയ്ത് മറ്റു മതങ്ങളെ ഇല്ലാതാക്കാൻ നോക്കുകയാണ്. അങ്ങനെയല്ലേ പലരും മനസ്സിലൂടെ പോകുന്നത്? ഇല്ല, ഒരു വിഭാഗം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ നല്ല സിനിമയാണെങ്കിൽ എല്ലാവരും കയറി കാണുന്നേ. നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള നല്ല സിനിമ ഒരാളെ ഭാഗം കൂടിയിട്ട് പോലുമല്ല. അതിൽ സത്യസന്ധമായിട്ടുള്ളൊരു പ്രണയം സംഭവിക്കുന്നത് എന്താണ്, അതിൻ്റെ ഉത്ഭവം, വളർച്ച, പര്യവസാനം, അതാണ് ഞങ്ങൾ സിനിമയിലൂടെ പറഞ്ഞു പോയിട്ടുള്ളത്. അതിനിടയിൽ കാണുന്ന കാഴ്ചപ്പാടുകളും എതിരിടുന്ന പ്രശ്നങ്ങളും അവർ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ, അത് തുറന്ന് കാണിക്കുമ്പോൾ ഞങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സിനിമ ഇറങ്ങിയ ഒരു ദിവസം കൊണ്ട് തീരാവുന്ന വിഷയം ഇതിൻ്റെ ബാക്കിലുള്ള ചർച്ചകൾക്കുള്ളൂ. കാരണം പുറത്തിറങ്ങിയ ഫസ്റ്റ് ഷോക്ക് ജനങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു കുഞ്ഞു സിനിമ, ഇത് ഇത്രയും വിവാദമാക്കേണ്ടതോ ഇത്രയും അവകാശപ്പെടേണ്ടതായിട്ടുള്ള സിനിമയല്ല. ഞങ്ങൾ തന്നെ ഭയങ്കരമായിട്ട് പ്രീപ്ലാൻ ചെയ്തിട്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു അജണ്ട കുത്തിക്കയറ്റാൻ വേണ്ടി എടുത്തതൊന്നല്ല. കുഞ്ഞു സിനിമ, ഒരു ലവ് സ്റ്റോറി എടുത്തു വെച്ചത്. ആ ലവ് സ്റ്റോറി ഇത്ര വലിയ ചർച്ചയാകുന്ന ഒരു സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ക്ലിപ്പിൽ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. വെട്രിമാരൻ പ്രൊഡക്ഷൻസിലുള്ള മൂവി പ്രൊഡക്ഷൻ കമ്പനി തന്നെ പൂട്ടാനായിട്ടുള്ള റീസൺ ഈ പറയുന്ന പോലെ സെൻസർ ബോർഡ് ഇഷ്യൂ ആണെന്ന്. ശരിക്കും അങ്ങനെയാണോ? അതെ, അവര് ഇതേമാതിരി സെൻസറിന് കൂടുന്ന പ്രശ്നങ്ങളാവുന്നു. ഇപ്പൊ അമീർ ഖാന്റെ പടം, അതിന് മുന്നേ ഒരു സന്തോഷം എന്ന് പറഞ്ഞ പടം, അതിനൊന്നും ഉള്ളടക്കം നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ രാഷ്ട്രത്തിനെതിരൊക്കെ നിൽക്കുന്ന പടങ്ങളാണെങ്കിൽ ഇറക്കുക തന്നെ ചെയ്യാൻ പാടില്ല. നമ്മൾ ജീവിക്കുന്ന രാഷ്ട്രമാണ് നമുക്ക് ഏറ്റവും വലുത്. മതം പോലും അതിന് ബാക്കിലാണ്. ഇപ്പോൾ ഖുർആനിൽ വരെ അല്ലെങ്കിൽ മുസ്ലിം മതത്തിൽ വരെ പറഞ്ഞ് നിൻ്റെ രാഷ്ട്രത്തിനനുസരിച്ച് ജീവിക്കാനാണ് പറയുന്നത്. പിന്നെ അത് വ്യാഖ്യാനങ്ങൾ പലതും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ മലപ്പുറത്തെത്തുമ്പോൾ വേറെ മുസ്ലിം ആയിരിക്കും, തിരുവനന്തപുരത്ത് വേറെ മുസ്ലിം ആയിരിക്കും, സൗദിയിൽ വേറെ മുസ്ലിം. അപ്പോൾ അത് ഓരോ രാജ്യത്തിനനുസരിച്ചല്ലേ ഓരോ നായകന്മാരും ഓരോ മത നേതാക്കളനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതൊന്നും ഇതിൽ ബാധിക്കുന്ന വിഷയങ്ങളല്ല. ഈ രാഖി ബ്ലർ ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ രാഖിനെ എന്താ മോശമായിട്ട് വല്ലതും ചിത്രീകരിച്ചിട്ടുണ്ടോ? എന്തിനാണ് ഇവർ രാഖി ബ്ലർ ചെയ്യണം? നമ്മൾ രാഖി കയ്യുമ്മലേ കെട്ടിയിട്ടുള്ളൂ. അത് മോശമാണോ എന്നുള്ള അറിയില്ല, വേറെ എവിടെയെങ്കിലും കെട്ടുന്നതെന്നും അറിയില്ല. കയ്യുമ്മ കെട്ടുന്ന കയ്യുമ്മ കെട്ടിയിട്ട്. അപ്പൊ ഈ രാഖി പോലും ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, കയ്യിൽ രാഖി കെട്ടുന്നതും ഒക്കെ. അവിടെ ഒന്നും ഇല്ലാത്ത പ്രശ്നം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഓരോ ദിവസം കൂടുന്തോറും ഇതിന്റെ ഒബ്സർവേഷൻ രീതികൾ മാറിക്കൊണ്ടിരിക്കുക. വീണ്ടും അപ്പൊ ഇവർക്ക് ഇത് പ്ലേ ചെയ്ത് പുതിയത് കണ്ടുപിടിക്കാൻ മാത്രം ഇവരുടെ കയ്യിലുണ്ടോ? ഞാൻ അതിന്റെ മുന്നേ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ സംശയമുണ്ട്. കാരണം ഞങ്ങൾ കാണുന്ന സമയത്ത് ആകെ ഒരു പേപ്പറിലാണ് 6 കട്ടുകൾ എഴുതിയിട്ടുള്ളത്. അതിനപ്പുറത്ത് നമുക്ക് പോലും ഓർത്തിരിക്കാൻ പറ്റാത്ത പലതും ഇവർ ഓർക്കുന്നു. അതെ, അപ്പൊ വീണ്ടും അത് ഇട്ട് നോക്കാതെ അവർക്ക് വീണ്ടും അത് കാണാൻ പറ്റില്ലല്ലോ.
അങ്ങനെ അറിയില്ല. അതിൻ്റെ ഒരു ഗൂഢാലോചന മറ്റേ ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ ചെക്ക് ചെയ്യാവുന്നൊരു വിഷയമാണത്. അത് കാര്യമായിട്ട് അത് എടുത്തിട്ടുണ്ട് അല്ലേ? ആ ഒരു കാര്യം. ഞങ്ങൾ പക്ഷെ ഓരോ ദിവസം തോറും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പൊങ്ങി വരുമ്പോൾ ഞങ്ങൾ പോലും ചിന്തിക്കാത്ത കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നത്. ഇപ്പൊ ഡെയിലി ശരിക്കും അപ്പോൾ പറഞ്ഞാൽ ഞങ്ങൾ ഗണപതി വട്ടം ഗണപതി വട്ടം എന്നൊരു പേര് തന്നെ ഇവിടെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവ് ആ സ്ഥലത്തിൻ്റെ പേര് ഇതാന്ന് പറഞ്ഞതാ. അതിനുശേഷം പലരും സുൽത്താൻ ബത്തേരിക്ക് ഗണപതി വട്ടം എന്ന് പറഞ്ഞൊരു പേരാണ്. അങ്ങനെ അതൊരു കോമഡി ആയിട്ട് എടുത്താണ്. ആ ഗണപതി വട്ടം എന്നുള്ള പേര് ഞങ്ങൾ മാറ്റണം എന്ന് പറയുമ്പോൾ അത് ഒരു വിശ്വാസത്തിന്റെ പേരല്ല. അങ്ങനെ വെച്ചാൽ നാളെ ഗുരുവായൂർ ഷൂട്ട് വെക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ ചോറ്റാനിക്കര അല്ലെങ്കിൽ പല ഏരിയകളും നമ്മളൊക്കെ ഞാനും പൂരം കമ്മിറ്റിയിൽ നടന്നതാണ്, പൂരം ആഘോഷിച്ചതാണ്, മറ്റേ ക്രിസ്മസ് എല്ലാ മതങ്ങളും നമ്മളെ സഹോദരങ്ങളാണ്. അതിനെ ഉൾക്കൊള്ളുകൊണ്ടല്ലേ മലയാളികൾ ജീവിക്കുന്നത്. അതെ, കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു. മലപ്പുറത്താണോ കോഴിക്കോടാണോ എന്തായാലും വടക്കോട്ടുള്ള ഒരു സ്ഥലത്താണ് ഒരാൾ ഇതേപോലെ മലയ്ക്ക് പോകാൻ നിൽക്കുന്നു. വേറെ ബൈക്കിൽ ഇങ്ങനെ ആൾ വന്നപ്പോഴത്തേക്ക് അരവണ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ ഇൻഷാല്ലാ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് പോകുന്നു. അപ്പോൾ കമന്റ് ബോക്സിലുണ്ട് മലബാറിലുള്ള ആരാണെങ്കിലും അങ്ങനെ പറയുള്ളൂ. അല്ല, ഞാൻ ചിന്തിക്കുന്നത് ഇപ്പോഴും ആൽത്തറയിൽ ജോർജും കുമാരനും മുഹമ്മദ് ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുക. ഇതിന്റെ അണിയറയിൽ മാത്രമാണ് ഇതിൻ്റെ തലപ്പത്ത് ആ ഇരുത്തം നമുക്ക് നശിപ്പിക്കണം. അവിടെ ജോർജ് ഇരിക്കാൻ പാടില്ല, മുഹമ്മദ് ഇരിക്കാൻ പാടില്ല, അവിടെ കുമാരൻ മാത്രമേ ഇരിക്കണം. ജോർജും തിരിച്ചങ്ങനെ അല്ലെങ്കിൽ മുഹമ്മദും തിരിച്ചങ്ങനെ പറയപ്പെടുന്ന ഒരു കാലഘട്ടം അത് വിദൂരമല്ല. കാരണം ഈ കേരളം മാത്രമേ ഇനി ഈ മതത്തിൻ്റെ പേരിൽ തല്ലിക്കാനും മതത്തിൻ്റെ പേരിൽ ഒരു വർഗീയ ചേരിതെരിവുണ്ടാക്കി ഞങ്ങൾ നിങ്ങൾ എന്നുള്ള തീരുമാനം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അങ്ങനെ പറ്റും. ഇപ്പോൾ മുസ്ലിം സിനിമ, അതിൽ മുഹമ്മദും ഖദീജയും ഉമ്മുകുൽസും പള്ളിയും നിസ്കാരവും നോമ്പും ഒക്കെ ആയിട്ട് അവസാനിപ്പിക്കുന്നത്. അതിൽ ബീഫ് തിന്നാം, കോഴിനെ ഇറക്കാം. ഹിന്ദു സിനിമ അതൊന്നുമില്ലാത്ത വാര്യരും നമ്പൂരിയും തറവാടൊക്കെ ആയിട്ട് അതും മുന്നോട്ട് അങ്ങനെ ആയി വരുന്ന എനിക്ക് തോന്നുന്നത് ഈ സെൻസർ ബോർഡൊക്കെ. ആദ്യം തന്നെ ഇപ്പോൾ വിഭാഗം നമ്മൾ നോട്ട് ചെയ്യുമ്പോൾ തന്നെ മുസ്ലിം കൊടുക്കുന്ന പോലെ ഇനി അങ്ങനെയും കൂടെ കാറ്റഗറൈസ് ചെയ്ത് കൊടുക്കുക. അത് ശരി, അതായിരിക്കും കൂടുതൽ അപ്പോൾ എളുപ്പമായിട്ട്. ഓരോ ദിവസവും ഇപ്പം കണ്ണടച്ച് തുറക്കുന്ന ഇന്ന് എന്താണ് പുതിയ പ്രശ്നം എന്ന് ആലോചിച്ചിട്ടായിരിക്കുമല്ലോ അപ്പോൾ ഈയിടെയായിട്ട്. ഉറപ്പായിട്ടും അതെ. ഏറ്റവും ലാസ്റ്റ് അറിഞ്ഞത് എന്തായിരിക്കും ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള? ഇപ്പം നമുക്ക് സെൻസറിൻ്റെ ഓർഡർ കിട്ടി. അതൊരു നമുക്ക് ഒരു ചെറിയ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളും കോടതി തീരുമാനിച്ചതല്ല. നമ്മൾ അഡ്വക്കേറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു. അദ്ദേഹം ആദ്യം ഹിയറിങ്ങിൽ പറഞ്ഞു 6 കട്ടുകളാണ് പറഞ്ഞിട്ടാണ്. അപ്പോൾ 1 മുതൽ 4 വരെ ഒരിക്കലും അനുവദിക്കാൻ പറ്റാത്ത ലോജിക്കില്ലാത്ത തീരുമാനങ്ങളാണെന്നും 5ഉം 6ഉം നമുക്ക് മോഡിഫൈ വേണമെങ്കിൽ കോടതി പറഞ്ഞാൽ ചെയ്യാമെന്നോ പറഞ്ഞത്. പക്ഷെ അത് കോടതിയുടെ ഒരു ശ്രദ്ധയിൽപ്പെട്ടത് 5ഉം 6ഉം ഞങ്ങൾ മാറ്റിക്കൊള്ളാമെന്ന് കക്ഷികൾ സമ്മതിച്ചു എന്നാണ്. അപ്പോൾ ഓർഡറിൽ തന്നെ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ് ഇത് സാമൂഹിക നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന ഇവിടുത്തെ ഭരണഘടനാ മൂല്യങ്ങൾക്ക് അനുസൃതമായ മതേതര സമൂഹത്തിന് യുവതലമുറ കണ്ടിരിക്കേണ്ട സിനിമ ആണ് ഈ സിനിമ എന്ന് പറയുന്നത്. അതായത് ഒരു തെറ്റ് പോലും സിനിമയെ കുറിച്ച് പറയുന്നില്ല. പിന്നെ എന്തുകൊണ്ട് സർട്ടിഫിക്കേഷൻ പറഞ്ഞു എന്നും ചോദിക്കുന്നുണ്ട്.